ഞാൻ രാഷ്ട്രീയ ഡയറക്ടറാണ്. 1987 മുതൽ വയനാട് ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഗ്രാസ് റൂട്ട് ലെവൽ ഓർഗനൈസേഷനാണ്. അപ്പം രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇതിൻ്റെ ഡയറക്ടറാണ് ഞാൻ. കൂടുതലായിട്ടും നമ്മൾ ഈ കുട്ടികളിലെ വിദ്യാഭ്യാസത്തിനാണ് മുൻഗണന കൊടുത്തിരുന്നത്. കുട്ടികളുടെ വിദ്യാഭ്യാസം, പ്രത്യേകിച്ച് ആദിവാസി കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി മുൻഗണന കൊടുത്തിരുന്നു. അതിൽ നിന്നും അവരെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള വിവിധ പദ്ധതികൾ ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റൊന്ന് എടുത്തു പറയത്തക്ക സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി സ്ത്രീകളുടെ ജീവിത നിലവാരം വളരെ കഷ്ടമായിരുന്നു വയനാട് ജില്ലയിൽ, ഈ പ്രത്യേകിച്ച് ഈ ആദിവാസി സ്ത്രീകളുടെയൊക്കെ. അപ്പോൾ അവരെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി വിവിധ തരത്തിലുള്ള പദ്ധതികൾ. ആദ്യം ചെയ്തത് സേവിങ്സ് ആയിരുന്നു. സേവിങ്സിൽ കൂടി അവരെ വളർത്തിയിട്ട് ആ സേവിങ്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടി വരുമാന വർധനവിനായുള്ള വിവിധ പദ്ധതികൾ നടപ്പിലാക്കി. അത് അങ്ങനെ പല വിവിധ വരുമാന പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. എനിക്ക് ജാസ്തിയായിട്ട് 26 വർഷത്തെ അനുജയുണ്ട്. ആദ്യ കാലങ്ങളിൽ ജാസ്തിയിലെ ഓമനച്ചേച്ചി സാറ് കൂടെ വന്ന് ഞാൻ കുറേ ക്ലാസ്സുകൾ കാര്യങ്ങൾ തന്നു. പിന്നെ കോഴി ഇറക്കി തന്നു. പിന്നെ ആട് വളർത്തൽ പരിപാടി തന്നു. പിന്നെ കൃഷി, നെൽകൃഷി, ഫേനക്കൃഷി, ഇങ്ങനെയുള്ള കൃഷികളെല്ലാം തന്നു. പിന്നെ മഞ്ഞൾ തന്നു. അങ്ങനെ ഞങ്ങൾ ആ തെറ്റിയിൽ നിന്ന് ഇവിടെ വളർന്നു. ആദ്യ കാലങ്ങളിൽ ഞങ്ങൾക്കൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ വളർന്ന് ഞാൻ എത്രമേലൊക്കെ ആക്കി ഒരു വീടും പണിതു. സംഘം മുഖേനയാണ് ഇതെല്ലാം ഞാൻ ചെയ്യാനിരിക്കുന്നത്. രൂപ രാസ്തയിൽ നിന്ന് ഓമനിച്ചേച്ചി ഞങ്ങൾക്ക് തന്നു ആടിനെ വളർത്തുന്നതിന് വേണ്ടിയിട്ട്. ആ 20,000 രൂപയ്ക്ക് ഞങ്ങൾ 2 ആടിനെ വാങ്ങി അത് പെറ്റി പെരുകി. ഇപ്പം ഒരു ട്രിപ്പ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളൊരു 5-6 ആടിനെ കൊടുത്തു. ഇപ്പോൾ ഒരു 5-6-7 ആടും കുഞ്ഞുങ്ങളും കൂട്ടിലുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ തന്നെ ഈ തന്ന കൃഷി മുന്നോട്ട് പോകുന്നു. ഞങ്ങൾക്ക് അവിടുന്ന് ആദ്യമായിട്ട് ട്രെയിനിങ് കിട്ടിയത് തേനീച്ചയുടെ ട്രെയിനിങ് ആയിരുന്നു. ട്രെയിനിങ്ങിന് പോയി 3 ദിവസത്തെ ട്രെയിനിങ് ഉണ്ടായിരുന്നു. അതിന് ആ ട്രെയിനിങ് കഴിഞ്ഞ് തേനീച്ച വളർന്നു തേനീച്ചയുടെ കൂടും സർട്ടിഫിക്കറ്റും എല്ലാം ലഭിച്ചു. രാഷ്ട്രീയത്തിൽ നിന്ന് എനിക്ക് ഒരുപാട് ട്രെയിനിങ് കിട്ടി. തയ്യൽ കിട്ടി, പിന്നെ ബാഗ് നിർമ്മാണം കിട്ടി, പിന്നെ കുട നിർമ്മാണം, അങ്ങനെ ഒരുപാട് ബാമ്പു. പ്രത്യേകം എടുത്ത് പറയേണ്ടത് ബാമ്പു, തെറാക്കോട്ട, ആ 2 ഇതാണ് എനിക്ക് കാര്യമായിട്ട് പറയാനുള്ളത്. തയ്യൽ പിന്നെ ആദ്യം എനിക്ക് കുറച്ച് അറിയായിരുന്നു. അതൊന്നും കൂടെ വിപുലമായ രീതിയിൽ രാഷ്ട്രീയത്തിൽ ചെയ്തു. പിന്നെ അവിടെ നിന്ന് കുറേ ട്രെയിനിങ്ങുകളൊക്കെ കിട്ടിയതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഒറ്റയ്ക്ക് ഒരു കടയെടുത്തിട്ട് ഇവിടെ ഇങ്ങനെ നിന്നിട്ട് ഒരു ജോലി ചെയ്യാമെന്നുള്ളൊരു ധൈര്യമൊക്കെ എനിക്ക് കിട്ടിയത്. എൻ്റെ പേര് മാധവി. എൻ്റെ കൂടെ നിൽക്കുന്നയാളുടെ ജയലക്ഷ്മി. ഞങ്ങൾ രാഷ്ട്രീയമായിട്ടുള്ള ബന്ധമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു 10-35 വർഷമായി ഞങ്ങൾ രാഷ്ട്രീയമായിട്ടുള്ള ബന്ധം. ഞാൻ ആദ്യമായിട്ട് അവരവരുടെ ഒരു ഫീൽഡ് തൊട്ട് കുറച്ച് അനുഭവം ചെയ്തത്. അതിന് മുമ്പേ നല്ല ഒരു ഏരിയ അല്ലായിരുന്നു ഞങ്ങളുടെ പ്രദേശം മുഴുവനും. പക്ഷേ രാഷ്ട്രീയ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ സ്ത്രീകളിൽ, വളർന്ന കുട്ടികളിൽ ക്ഷണം വരുന്നുണ്ട്. പുരുഷന്മാരുടെ എനിക്ക് അത്ര പറയാൻ കഴിയില്ല. എങ്കിലും സ്ത്രീകളുടെ ഉന്നമനം അല്ലെങ്കിൽ സ്ത്രീകളുടെ വളർച്ച എന്ന് പറയുന്നത് തന്നെ രാഷ്ട്രീയമായിട്ടുള്ള ബന്ധം തന്നെയാണ്. കുട്ടികളെ സ്കൂളിൽ പറഞ്ഞു വിടുന്നതിന്, കുട്ടികളുടെ പിന്നെ അമ്മമാരുടെ അറിഞ്ഞു നേടുന്നതിന്, ബാങ്കിൽ പോകുന്നതിന്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന്, പുറത്ത് പോകുന്നതിന്, ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതിന്, എല്ലാം തന്നെ രാഷ്ട്രം തന്നെയാണ് ഞങ്ങളുടെ ഉന്നമനം എന്ന് പറയുന്നത്. അവസാനമായിട്ട് കിട്ടിയതെന്ന് വെച്ചാൽ എനിക്ക് എന്നെ ഒരു 4 പേര് അടങ്ങുന്ന ജയൻസി എന്ന് പറയുന്നതിന് കുറച്ച് നല്ലൊരു പൈസ തന്നിട്ടുണ്ട്. ഞങ്ങൾ നല്ല രീതിയിൽ കൃഷി ചെയ്തിട്ടുണ്ട്. ആ കൃഷിയിൽ വാഴയുണ്ട്, പിന്നെ ചേന, ഇഞ്ചി എല്ലാം ഞങ്ങൾ കൃഷി ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് നല്ല ലാഭം കിട്ടിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നെൽകൃഷി ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ല ലാഭം കിട്ടിയിട്ടുണ്ട്. ഞാൻ 10-23 വർഷമായി അടുപ്പിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
പിന്നെ രാസ്തയിൽ പിന്നെ 1 രൂപ സമ്പാദിച്ച് അങ്ങനെ ഒരു 10-30 വർഷം മുമ്പ് ഒരു സഞ്ചയിക്കുക എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അതിൽ ചേർന്നു. അത് കഴിഞ്ഞ് പിന്നെ രാസ്തയിലെ ഒരു ശാസ്ത്രീയ സംഘം ഉണ്ടായിരുന്നു. അതിലൂടെ നമുക്ക് ഇതിൻ്റെയൊക്കെ ട്രെയിനിങ് കിട്ടി. അങ്ങനെ പുറത്ത് പോയി ഒരുപാട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ വീടുകൾ ഇപ്പോൾ ചെയ്തു. എത്ര തന്നെ ചെയ്തു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ചേച്ചി ഇന്നലെ സംഗതി നമുക്ക് പഠിപ്പിച്ച് തന്നുകൊണ്ടും അവിടെ ഒരു സംഘം നടത്തിയത് കൊണ്ടുമാണ് എനിക്കിപ്പോൾ ഒരു നിലനിൽപ്പായത്. അതുകൊണ്ടാണ് ഇവിടെ കുടുംബമൊക്കെ കഴിഞ്ഞ് പോകുന്നത്. പിന്നെ ഞങ്ങളതിൽ തന്നെ മുസ്ലിങ്ങളുടെ ആൾക്കാരൊന്നും പുറത്തങ്ങനെ ഇറങ്ങി ചെയ്യുന്നില്ല. നമുക്കങ്ങനെ അവസരം തന്നുകൊണ്ട് പോയി പഠിച്ച് ഇപ്പോൾ എല്ലായിടത്തും പോയി ചെയ്യുന്നത്. രാഷ്ട്രീയയുടെ പ്രവർത്തനത്തിൽ എടുത്ത് പറയത്തക്കതായിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് സോളാർ സിസ്റ്റം പിന്നെ ഇൻസ്റ്റാൾ ചെയ്തത്. അത് നമ്മൾ ഇവിടെ വയനാട്ടിൽ തന്നെ പിന്നെ നൂൽപ്പുഴ പഞ്ചായത്തിൽ മുത്തങ്ങ എന്ന് പറയുന്ന സ്ഥലത്ത് ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ് താമസിക്കുന്നത്. അത് അവിടെ ഇലക്ട്രിസിറ്റി ഒന്നും എത്തിയിട്ടില്ല. അപ്പോൾ അവിടെ നമ്മളൊരു 150 വീട്ടുകാർക്ക് സോളാർ ഇലക്ട്രിഫിക്കേഷൻ ചെയ്ത് കൊടുത്തു. ആരാണെന്ന് ചോദിച്ചാൽ 2 ആദിവാസി പെൺകുട്ടികളാണ്. ഇവിടുന്ന് 6 മാസം രാജസ്ഥാനിൽ പോയിട്ട് ട്രെയിനിങ് എടുത്ത് 6 മാസത്തോളം നിന്ന് പഠിച്ച് ട്രെയിനിങ് എടുത്തിട്ട് അവരുടെ SBRCയുടെ ഹെൽപ്പോടുകൂടി അവർ സഹായിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് അത് നമ്മളുടെ ഗ്രാമത്തിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ ഈ പെൺകുട്ടികളായിരുന്നു ചെയ്തത്. അത് ഇപ്പോഴും നല്ല രീതിയിൽ നടക്കും. അവർക്ക് ഇപ്പോഴും ഇലക്ട്രിസിറ്റി കിട്ടിയിട്ടില്ല. ആ വീടുകളിൽ ഇവർ ഈ സോളാർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ പേര് നിതില മാധവൻ. ഞങ്ങളുടെ 7 വർഷമായി വർക്ക് ചെയ്യുന്നു. ഓമൻ ചേച്ചിയാണ് ഞങ്ങളിവിടെ തിലോണിയ എന്ന രാജസ്ഥാനിലെ തിലോണി എന്ന സ്ഥലത്ത് പിന്നെ കൊണ്ടുപോയത്. ഞങ്ങളത് സോളാറിൻ്റെ ട്രെയിനിങ്ങിന് വേണ്ടിയാണ് അവിടെ ചെന്നത്. 6 മാസത്തെ ട്രെയിനിങ് ആയിരുന്നു തിരുവോണയിൽ. 6 മാസത്തെ ട്രെയിനിങ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തി. വയനാട്ടിലെ 2 പഞ്ചായത്തിൽ ഞങ്ങൾ ഈ സോളാറിൻ്റെ വർക്ക് ചെയ്തു. ഒരു 165 വീടുകളാണ് ഞങ്ങൾ സോളാർ കൊടുത്തത്. അതിന് 165 വീടും ഞങ്ങൾ ഭംഗിയായി ചെയ്തു കൊടുത്തു. ഓമൻ ചേച്ചിന് ഇത് ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോയി വർക്ക് ചെയ്യാനും എല്ലാത്തിനും ചേച്ചി വരുമായിരുന്നു ഞങ്ങളുടെ കൂടെ. ഞങ്ങൾക്ക് 7 പേർക്കായിട്ട് കുറച്ച് ആടിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെയും കൊണ്ട് അങ്ങനെ ദേശി പോകുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുന്നേ 2 വർഷത്തെ മുന്നേ നെൽകൃഷിക്ക് തന്നിട്ടുണ്ടായിരുന്നു രാഷ്ട്രക്കാർ. പിന്നെ പച്ചക്കറി തന്നിട്ടുണ്ടായിരുന്നു. അത് 2 വർഷം കൊണ്ട് ആദ്യം നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആടിനെയും കൊണ്ട് അങ്ങനെ ദേശി പോകുന്നുണ്ട്. സ്ത്രീകളുടെ സമ്പാദ്യം കൂടാതെ സ്ത്രീകൾ സാമൂഹ്യപരമായി ഉയരുന്നതിന് വേണ്ടിയിട്ട് സ്ത്രീകൾ ഒന്നിച്ചു കൂടുകയും മാർച്ച് 8 വനിതാ ദിനത്തിന് സ്ത്രീകൾ റാലി പോലെയുള്ള ക്യാമ്പയിൻ നടക്കാറുണ്ട്. അത് 4000 സ്ത്രീകളൊക്കെ ഒന്നിച്ചു കൂടിയ കൽപ്പറ്റ നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സിലൊക്കെ റാലി ചെയ്യുന്ന പദ്ധതികളും നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. 150 കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി വിധവകളുടെ മക്കൾക്ക് 150 കുട്ടികൾക്ക് 6 വർഷം അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ളൊരു സ്കോളർഷിപ്പ് കൊടുത്തിട്ടുണ്ട്. 6000 രൂപ മാസത്തിൽ 6 വർഷം കൊടുത്തു 150 കുട്ടികൾക്ക്. അത് നല്ലൊരു സക്സസ് പ്രോജക്റ്റായിട്ടാണ് മനസ്സിലാകുന്നത്.